പീസ് ആൻഡ് ജോയ്. സാന്താമിയോനയിൽ തന്നെ കാത്തിരുന്ന ആ വൃദ്ധ വൈദികന്റെ അടുക്കിലേക്ക് ഫ്രാൻസിസ് വളരെ സ്നേഹത്തോടെ തിടുക്കത്തിൽ എത്തിച്ചേർന്നു. ആ വൈദികൻ ഫ്രാൻസിസിനെ കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വളരെ കൗതുകത്തോടെ, സ്നേഹത്തോടെ, അതിലേറെ ആനന്ദത്തോടെ. ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ആ വൈദികൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഫ്രാൻസിസ് വളരെ ആവേശത്തോടെ പറഞ്ഞു, എനിക്ക് കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നത് വലിയ ആനന്ദകരമായ ഒരു ആത്മീയ അനുഭവമാണ്. പക്ഷേ ഈശോയോട് ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക്, ഈശോ എനിക്ക് തരുന്ന ആ ഒരു കൽപ്പന, എൻ്റെ ആലയം പുതുക്കി പണിയുക, ആ ഒരു സ്വരം എൻ്റെ ഉള്ളിൽ വളരെയധികം ശക്തമായിട്ട് പ്രചോദനം നൽകുന്നു. അച്ഛൻ എന്നെ അനുവദിച്ചാൽ മതി, നമുക്ക് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഈ ദേവാലയം നമുക്ക് പുതുക്കി പണിയാം. വികാരിയച്ഛൻ പറഞ്ഞു, മോനെ, ഇത് കോട്ടയ്ക്ക് പുറത്തുള്ള ഒരു പള്ളിയല്ലേ, ഇത് ആർക്ക് വേണം? ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, ആരെങ്കിലുമൊക്കെ ഇതിലെ വന്ന് പ്രാർത്ഥിച്ചു പോയെങ്കിലായി. പക്ഷേ നഗരവാസികൾക്ക് എപ്പോഴും കോട്ടയ്ക്കുള്ളിലുള്ള സുരക്ഷിതത്വമുള്ള ഒരു ദേവാലയമല്ലേ എപ്പോഴും പണിയാൻ ആഗ്രഹം. ആര് നമുക്ക് കല്ല് തരും? ഈ പ്രദേശത്ത് എവിടെയാണ് കല്ല്? ഈ സ്പൊളേറ്റോ താഴ്വരയിൽ ഒരിടത്തും നിനക്ക് കല്ല് കാണാൻ സാധിക്കുകയില്ലല്ലോ. അതൊക്കെ അങ്ങ് കിലോമീറ്ററുകൾക്കകലെ മലമുകളിലല്ലേ. ഫ്രാൻസിസ് വികാരിച്ചോട് പറഞ്ഞു, പിതാവേ, അങ്ങ് എന്നെ അനുവദിച്ചാൽ മതി, അങ്ങ് എനിക്കൊരു അനുവാദം തന്നാൽ മതി. ഞാൻ ആദ്യം ഈ ദേവാലയം പുതുക്കി പണിയാനായിട്ട് ആശ്രയിച്ചത് എൻ്റെ ഈ ഭൂമിയിലെ പിതാവായ പീറ്റർ ബെർണദോന്റെ പണത്തിലാണ്. എന്നാൽ ഇന്ന് ദൈവം എനിക്ക് പിതാവാണ്. എനിക്ക് നിസാരമായ ഒരു അനുഭവം പോലെയാണ് ഇത്. കാരണം ദൈവത്തിന് ഇതൊക്കെ വളരെ നിസാരമാണ്. ദൈവത്തിന് ഇത് നിസാരമാണെങ്കിൽ മനുഷ്യരായ നമുക്കും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ ഇത് വളരെ നിസാരമായ ഒരു ഭാരം മാത്രമേ ആവുകയുള്ളൂ. വികാരിയച്ഛന് അവൻ്റെ ഉള്ളിലെ തീക്ഷ്ണതയും അവൻ്റെ ഉള്ളിൽ നിറയുന്ന ജ്ഞാനവും വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിച്ചു. വികാരിയച്ഛൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഉചിതമായത് ചെയ്യുക. ഫ്രാൻസിസ് വളരെ സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി തെരുവുകളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. ഒരു കല്ല് തരുന്നവന് ദൈവം ഒരനുഗ്രഹം തരും, 2 കല്ല് തരുന്നവന് ദൈവം 2 അനുഗ്രഹം തരും. വരുവിൻ, നമുക്ക് സാന്താമിയാനോ എന്ന ആ കൊച്ചു ദേവാലയം പുതുക്കി പണിയാം. ഫ്രാൻസിസിന്റെ ആവേശവും വളരെ തീക്ഷ്ണമായ സ്വരവും അസീസിയിലെ നിവാസികൾ കാതോർത്തു. ഏറെ നാളുകൾക്ക് മുമ്പ് ഈ തെരുവേദിയിലൂടെ ഈ മനുഷ്യനും ഇവന്റെ കൂട്ടാളികളും ശല്യമായിട്ട് നടന്നതാണ്. ഇവൻ യുവാവാണ്. ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവർ എത്രയോ രാത്രികളിൽ ഉറക്കം കെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ഇവന്റെ തലയ്ക്ക് വട്ടുപിടിച്ച് ഇവൻ വീണ്ടും പുതിയ ഭ്രാന്തുമായി ഇറങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ ചിലരവനെ കൂക്കി വിളിച്ചു, ചിലരവനെ ഓടിച്ചു വിട്ടു. എന്നാൽ ചിലർ ഓർത്തു, എന്തായാലും ഈ യുവാവ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഈ സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ പറമ്പിൽ കിടന്ന, അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞ് ബാക്കി കിടന്ന ഓരോ കല്ലുകളൊക്കെ എടുത്ത് ഓരോരുത്തരും കൊടുത്തു. ഫ്രാൻസിസ് വളരെ നന്ദിയോടുകൂടി അത് സ്വീകരിച്ചു. തൻ്റെ തന്നെ തോളിൽ ആ കല്ല് ആ കോട്ടമതിലിന് പുറത്തുള്ള സാന്താമിയാനോയുടെ അടുക്കൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ക്രമേണ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഏവരും കാണുകയാണ്. എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ കല്ലുകൾ അവിടെ കൊണ്ടുവന്നിടാൻ തുടങ്ങുന്നു. പലരും വളരെ തീക്ഷ്ണതയോടുകൂടി അങ്ങ് അകലെയുള്ള മലമുകളിൽ നിന്ന് ഈ കല്ലുകൾ എടുത്ത് അവിടെ എത്തിക്കാനായിട്ട് ഫ്രാൻസിസിനെ സഹായിക്കാൻ തുടങ്ങുന്നു. തീക്ഷ്ണതയുള്ള കുറേയേറെ യുവജനങ്ങൾ. ഈ അസീസി പ്രദേശത്തൊക്കെ നമ്മളുടെ കേരളത്തിലേതുപോലെ തന്നെ ഉള്ള ഒറ്റ പാറകളല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ 2 കളറിലുള്ള അടുക്കുകളായിട്ട് ഈ പാറകൾ കാണാൻ സാധിക്കും. ഒരു മണ്ണിഷ്ടികയുടെ കളറുള്ള ഇളം തവിട്ട് നിറമുള്ള ഒരു കല്ല്, അതോടൊപ്പം തന്നെ ഒരു ക്രീം കളറിലിരിക്കുന്ന മറ്റ് കല്ലുകൾ. ഇതെല്ലാം അടരുകളായിട്ടാണ് കാണപ്പെടുക. വീട് പണിയാനായിട്ട് കല്ലുകൾ അടുക്കി വെച്ചതുപോലെ ഒരു കമ്പിക്ക് ഇളക്കിയെടുക്കാവുന്ന രീതിയിൽ ആവശ്യത്തിന് നീളത്തിൽ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതൊക്കെ മലമുകളിലാണ്. പക്ഷെ ഫ്രാൻസിസിന്റെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ഇടപെടല് അനേകര് ഈ കല്ലുകൾ ദാനം ചെയ്യാൻ ഇടവന്നു. അപ്പോഴാണ് ഒരു വലിയ കുതിരവണ്ടി നിറയെ കല്ലുകൾ അവിടെ എത്തിയത്. ഫ്രാൻസിസ് ചോദിച്ചു, ആരാണിത് തന്നത്? ആ കുതിരവണ്ടിക്കാരൻ പറയാൻ തയ്യാറായില്ല. വീണ്ടും ചോദിച്ചു, ദൈവസ്നേഹത്തെ പ്രതി ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ആരാണ് തന്നത്? ഉടനെ ആ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, ഇത് അസീസിയിലെ പ്രഭുവായിട്ടുള്ള ഒരു വ്യക്തി ആളുടെ മകളുടെ നിർബന്ധപ്രകാരം തന്നയച്ചതാണ്. ഫ്രാൻസിസ് പറഞ്ഞു, ആ മഹതിയുടെ പേരെന്താണ്? പറഞ്ഞു, ഇതാ പ്രഭുവിൻ്റെ മകളായ ക്ലാര നിർബന്ധിച്ചതുകൊണ്ട് ഈ വണ്ടി നിറയെ കല്ല് തന്നുവിട്ടിരിക്കുകയാണ്. അങ്ങനെ ദേവാലയത്തിന് ചുറ്റും കല്ലുകൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഒരു വലിയ സംരംഭത്തിന്, ഒരു പുതിയ ശൈലിക്ക് ഫ്രാൻസിസിലൂടെ പരിശുദ്ധാത്മാവ് തുടക്കം കുറിക്കുകയായിരുന്നു. എൻ്റെ ആലയം പുതുക്കി പണിയുക. അത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അന്ന് വരെ ഒരു ദേവാലയം പണിയുക ഒരു പ്രഭു കുടുംബത്തിന് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്.
രോഗസൗഖ്യം കിട്ടുമ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഒരു കൊച്ചു ദേവാലയം അവർ പണിയും, അതിലേക്ക് മനോഹരമായ ദേവാലയം പണിയും. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ പ്രതിനിധിയായിട്ട് അത് പണിയും. അല്ലെങ്കിൽ രാജാക്കന്മാർ അവരുടെ കടമയായിട്ട് അത് പണിയും. അല്ലെങ്കിൽ മെത്രന്മാർ സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ രൂപതയുടെ നവീകരണത്തിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ദേവാലയങ്ങൾ പണിയും. പക്ഷെ ഫ്രാൻസിസോ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കല്ലുകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും പങ്കു ചേർത്തുകൊണ്ട് ആരിൽ നിന്നും അവൻ്റെ ഒരു സംഭാവന മാത്രമായിട്ട് സ്വീകരിക്കാതെ അനേകരെ പങ്കു ചേർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ ഒത്തുചേർക്കുന്ന, ഒരുമിച്ച് ചേർക്കുന്ന ആ ഭവനം, സ്വർഗീയ ഭവനം ഈ ഭൂമിയിൽ പണിയാൻ തുടങ്ങിയത് അസീസിലെ ഫ്രാൻസിസ് ആണ്. ആ ഫ്രാൻസിസ്കൻ ശൈലിയാണത്. അത് ഫ്രാൻസിസിലൂടെ തുടക്കം കുറിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 5 അപ്പവും 2 മീനും ആയിരിക്കാം നമ്മുടെ കൈവശമുള്ളത്. ആ ബാലൻ്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപാലനയിൽ അത് ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അത് ആയിരങ്ങൾക്ക് അത് സുഭിക്ഷമായിട്ട് മാറി, അനേകായിരങ്ങൾക്ക് കരുതലായിട്ട് മാറി. നമ്മുടെ കുറവുകളിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടാതെ അസീസിലെ ഫ്രാൻസിസിനെ പോലെ ദൈവത്തിൻ്റെ സമ്പന്നതയിലേക്ക് നോക്കിക്കൊണ്ട് പറയാം, ദൈവം എൻ്റെ പിതാവാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.